ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം ഗൂഗിൾ. അവളെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോ വിളിക്കാതിരിക്കുന്ന നല്ലത്. ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം ഈ ഷോക്കിൽ നിന്ന് അവളൊന്ന് റിക്കവർ ആവട്ടെ, എന്നിട്ട് നമുക്ക് അവളെ പോയി കാണാം. ഗൂഗിൾ ഒരുപാട് ലേറ്റ് ആക്കണ്ട. കൊച്ചുകുട്ടികളുടെ മനസ്സ് അതെങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ അതൊരു വലിയ ഡിപ്രഷനിലേക്ക് തന്നെ ചിപ്പിമോളെ എത്തിച്ചേക്കാം. അങ്ങനെയൊന്നും സംഭവിക്കില്ലടോ. ഇതൊക്കെ മാനേജ് ചെയ്യാൻ അവന്തിയേക്കറിയാം. ഇത്രയും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു വന്നൊരു ലേഡിയല്ലേ. അവര് ചിപ്പിമോളെ പറഞ്ഞ് മനസ്സിലാക്കും. താൻ അതിനെ കുറിച്ച് ഓർത്ത് കൂടുതൽ ഇമോഷണൽ ആവല്ലേ? അതല്ല ഗൂഗിൾ, എന്തൊക്കെ ഉണ്ടായാലും ആരൊക്കെ ചുറ്റിലും നിന്ന് സ്വന്തമാന്ന് പറഞ്ഞാലും അനാഥത്വം അനാഥത്വം തന്നെയാ. അനുഭവിക്കുമ്പോ മാത്രമേ അതിന്റെ വേദന അറിയൂ. ഇത്രയും കാലം അമ്മയെന്ന് വിളിച്ച് താൻ സ്നേഹിച്ച സ്ത്രീ സ്വന്തം അമ്മയല്ലെന്നും താൻ അവരുടെ ആരുമല്ലെന്ന് തിരിച്ചറിയുന്നത് അവളെ പോലൊരു കുട്ടിക്ക് സഹിക്കാവുന്നതിലും അപ്പുറം. ഗൂഗിളിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും നാളും എന്റെ കൂടെ ജീവിച്ച ഭർത്താവും മകളും നാളെ എന്റെ ആരുമല്ലെന്നറിയുന്ന നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഞാൻ അതിനെ എങ്ങനെ അതിജീവിക്കും? എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ നിമിഷം മരണത്തിന് തുല്യ. ഏതോ അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ടൊരു കുഞ്ഞ്. യഥാർത്ഥത്തിൽ ആരാണ് ആ കുഞ്ഞിന്റെ അമ്മ? എന്തിനാ സ്ത്രീ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്? ഇനി എന്തെങ്കിലും ചിപ്പിമോക്ക് താൻ പ്രസവിച്ച അമ്മയെ ഒന്ന് കാണാനെങ്കിലും പറ്റുമായിരിക്കോ? എടോ, താനിങ്ങനെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് കൂട്ടണ്ട. ലോകത്ത് എത്രയോ കുട്ടികളെ അനാഥാലയത്തിൽ ദത്തെടുക്കുന്നു. ചില കുട്ടികളത് അറിയും, ചില കുട്ടികളത് അറിയാറേയില്ല. ചിപ്പി ഭാഗ്യം ചെയ്തൊരു കുഞ്ഞായതുകൊണ്ടാ അവന്തികയെ പോലൊരാൾക്ക് ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ തോന്നിയത്. പിന്നെ ഇപ്പൊ ഉണ്ടായ പ്രശ്നം, അത് അവന്തിക തന്നെ കാര്യങ്ങളൊക്കെ ചിപ്പിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. താൻ ചിപ്പിമോളുമായി കുറച്ച് അറ്റാച്ച്ഡ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ തനിക്ക് ഇത്രയും ഫീൽ ചെയ്തത്. താൻ സമാധാനമായിട്ടിരിക്കേ.